ദൈവത്തിന് സ്തുതി. ഇന്ന് ബ്രദർ നമുക്ക് പ്രത്യേകിച്ച് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുത്ത് ഒത്തിരി ബോധ്യങ്ങൾ കിട്ടി. മരിച്ചാലും ഏറ്റവും കൂടുതൽ സ്പർശിച്ചതായിരുന്നു, മരിച്ചു പോയാലും ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓടിയും അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അവിടെ ചെന്നുകഴിയുമ്പോൾ ഒത്തിരി നന്മ പുറത്ത് ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി നന്മ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആ ബോധ്യം ഇന്നാണ് കിട്ടിയത്. അപ്പോഴേക്കും തോന്നി ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയാണല്ലോ എന്നുള്ളൊരു ചിന്തയിലോട്ട് പോയി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ധനവാനും ലാസറും മരിച്ചെന്ന് പറഞ്ഞായിരുന്നു. ധനവാന്റെ ലാസറിൻ്റെയും ഭൂമിയിൽ ലാസർ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. പക്ഷേ ധനവാന്റെ കാര്യത്തിൽ അവിടെ പറയുന്നത് നരകത്തിലാണ്. പക്ഷേ മുകളിലോട്ട് നോക്കി അബ്രാഹത്തെ കണ്ടു. ഇപ്പോൾ ഇങ്ങനെ താഴേക്ക് എന്ന് പറയാം. പക്ഷെ ധനവാൻ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആരും പ്രാർത്ഥിച്ചില്ല, സ്വർഗത്തിലേക്ക് പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. അതൊരു ഉപമയാണ്. ധനവാൻ ലാസറും ഒരു സംഭവം നടന്ന സംഭവമല്ല, അതൊരു ഉപമയാണ്. മനസ്സിലായ? ആ അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ധനവാന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, എന്ത് പ്രാർത്ഥിക്കണം? ധനവാന്മാരെല്ലാം ദരിദ്രരാകാൻ പ്രാർത്ഥിക്കണം. പറയും എന്നാലല്ലേ അവർ സ്വർഗത്തിൽ പോകുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന്. താങ്ക് യു. വേറെ പറയാനുണ്ടോ? പിന്നെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മൾ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാറുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ആത്മീയമായ കാര്യം, സ്നേഹം, ദയ, നന്മ, ആത്മാവിൻ്റെ ഫലങ്ങൾ കൂടുതലെന്നറിയാനായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ കൂടുതൽ ഫലങ്ങൾ കിട്ടും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ.